കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ നേരിട്ടറിയിക്കാൻ മുഖ്യമന്ത്രി. ധനമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ കേരള ഹൗസിൽ അല്പസമയത്തിനകം കൂടിക്കാഴ്ച. ഇരുവരും ഒന്നിച്ച് പ്രഭാത ഭക്ഷണം. വയനാട് ടൗൺഷിപ്പിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിടാൻ വിമുഖത കാട്ടി ദുരന്തബാധിതർ. സമ്മതപത്രം നൽകിയത് 8 പേർ മാത്രം. അന്തിമ പട്ടിക ഏപ്രിൽ 20-ന്. പാകിസ്ഥാനിൽ തട്ടിയെടുത്ത ട്രെയിനിലെ 104 യാത്രക്കാരെ മോചിപ്പിച്ചു. സൈന്യം വ്യോമാക്രമണം നടത്തി. 30 പാക് സൈനികരും 14 വിഘടനവാദികളും കൊല്ലപ്പെട്ടു. ബലൂച്ച് സായുധ സംഘം ബന്ദിയാക്കിയത് 214 പേരെ. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാന സാധ്യത തെളിയുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം യുക്രൈൻ അംഗീകരിച്ചു. സാമ്പത്തിക സഹായം പുനഃസ്ഥാപിച്ച അമേരിക്കയും ഇനി അറിയേണ്ടത് റഷ്യയുടെ നിലപാട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങി തിരുവനന്തപുരം. നാടെങ്ങും നിന്നുള്ള ഭക്തർ ആറ്റുകാലിലേക്ക്. നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം. ചോറ്റാനിക്കരയിൽ ഇന്ന് മകം തൊഴൽ. പരസ്യ പ്രതികരണത്തിൽ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ? നിർണായക CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇന്ന് പങ്കെടുക്കാൻ പത്മകുമാറും. ഹൈക്കമാൻഡിന് മുന്നിൽ നിലപാട് കടുപ്പിച്ച് UDF ഘടക കക്ഷികൾ. കോൺഗ്രസ് നേതൃനിരയിലെ ഐക്യം താഴെത്തട്ടിലും ഉറപ്പാക്കണം. ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാൻ AICC പ്രതിനിധി. താരിഫ് യുദ്ധത്തിൽ കാനഡയുടെ നിർണായക നീക്കം. 25% വൈദ്യുതി സർചാർജ് പിൻവലിക്കാമെന്ന് കാനഡ. സ്റ്റീൽ അലുമിനിയം ഉൽപ്പന്നങ്ങളുടെ താരിഫ് ഇരട്ടിയാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കാമെന്ന് അമേരിക്ക. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂൾ പുറത്ത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തകർത്ത് PSG ക്വാർട്ടറിൽ. ബയൺ മ്യൂണിക്കും ബാഴ്സലോണയും ഇന്റർ മിലാനും ക്വാർട്ടറിൽ.